കനത്ത നാശം വിതച്ച പെരുമഴയുടെ കാരണം വിശദീകരിച്ച കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ക്ലൗഡ് സീഡിംഗ് നടത്തിയെന്ന റിപ്പോർട്ടുകൾ കാലാവസ്ഥാ കേന്ദ്രം നിഷേധിച്ചു. 4 കാലാവസ്ഥാ തരംഗങ്ങൾ ഒരുമിച്ചെത്തിയതാണ് പെരുമഴയ്ക്ക് പ്രധാന കാരണമെന്ന് പറയുന്നുണ്ട്. വിവരങ്ങളുമായി ദുബായിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റം ചേരുന്നുണ്ട്. സുരേഷ്, മഴയുടെ കാരണത്തിൽ ഇപ്പോഴും അവ്യക്തതയാണ്. എന്താണ് മഴയുടെ യഥാർത്ഥ കാരണം? ഗൾഫ് മേഖലയിൽ ഏറ്റവും അധികം ക്ലൗഡ് സീഡിംഗ് നടത്തി കൃത്രിമ മഴ പെയ്യിക്കുന്ന രാജ്യമാണ് UAE. എല്ലാ വർഷവും രാജ്യത്തെ മഴയുടെ ലഭ്യത 15% വീതം വർദ്ധിപ്പിക്കുക, കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥ ഉണ്ടാക്കുക, ശുദ്ധജലം ലഭ്യമാക്കുക, ഇതാണ് ക്ലൗഡ് സീഡിംഗിലൂടെ കൃത്രിമ മഴ പെയ്യിക്കുന്നതിന്റെ ലക്ഷ്യം. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ, ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള അതിശക്തമായ മഴയുടെ കാരണം ക്ലൗഡ് സീഡിംഗ് അല്ല എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. UAE കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലെ ഡോക്ടർ അഹമ്മദ് ഹബീബാണ് ഇക്കാര്യം അറിയിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ശക്തമായിട്ടുള്ള ഇടിയും മിന്നലും ഉണ്ടായിരുന്നു. അത്തരം ഒരു കാലാവസ്ഥയിൽ ഒരു കാരണവശാലും ക്ലൗഡ് സീഡിംഗ് നടത്താറില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വരുന്ന വാർത്തകളൊക്കെ അസംബന്ധമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. പ്രധാനമായും 4 കാരണങ്ങളാണ് ഈ മഴയ്ക്ക് കാരണമായി എടുത്തു പറയുന്നത്. ഒന്ന്, സൂപ്പർ സെൽ രൂപീകരണം. അത് അന്തരീക്ഷത്തിന്റെ മേൽത്തട്ടിൽ അതിശക്തമായ ന്യൂനമർദ്ദം ഉണ്ടാക്കുകയും അതിന്റെ ഭാഗമായി ഈ ശക്തമായിട്ടുള്ള ഈർപ്പം ഉണ്ടാകുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അറബിക്കടലിൽ നിന്ന് ഒമാൻ വഴി ഇങ്ങോട്ട് വീശിയിട്ടുള്ള ശീതക്കാറ്റ്, സൗദി അറേബ്യയിൽ നിന്ന് വന്നിട്ടുള്ള ശീതക്കാറ്റ്, അതോടൊപ്പം തന്നെയാണ് ഈ അന്തരീക്ഷത്തിന്റെ താഴെ തട്ടിൽ ഉണ്ടായിരുന്ന ഈർപ്പം നിറഞ്ഞിട്ടുള്ള കാലാവസ്ഥ. ഇത് 4ഉം സംഗമിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ അതിശക്തമായിട്ടുള്ള മഴ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. സൂപ്പർ സെൽ രൂപീകരണവും ഒരു കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ശക്തമായിട്ടുള്ള മഴയ്ക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് വിശദീകരിക്കുന്നതിനനുസരിച്ച് ക്ലൗഡ് സീഡിംഗ് ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു. ഇത്തരത്തിലുള്ള പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. 259 മില്ലിമീറ്റർ മഴയാണ് അലൈനിൽ പെയ്തത്. കഴിഞ്ഞ 75 വർഷത്തെ ചരിത്രത്തിനിടയിൽ ആദ്യമായാണ് ഇത്രയ്ക്ക് ശക്തമായിട്ടുള്ള റെക്കോർഡ് മഴ ലഭിക്കുന്നത്.